വെൽക്കം ടു എജുപോഡ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 സോഷ്യോളജിയിലെ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻസുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ റെഡി ആണല്ലോ, ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ കരുതും എങ്ങനെ ഈ എസ്സേ ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ +2 ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് കിട്ടുള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ വീഡിയോൻ്റെ താഴെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ആ ലിങ്കിൽ കയറിയിട്ട് ജോയിൻ ചെയ്യുക. ദെൻ നോട്ട്സ് മാത്രമല്ല, നമ്മുടെ എല്ലാ വിഷയങ്ങളുടെയും ലൈവ് ലിങ്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഡെയിലി സ്റ്റഡി പ്ലാൻ ആയിക്കോട്ടെ, മൈക്രോബിറ്റും എല്ലാ കാര്യവും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ റെഡി ആണല്ലോ, ഓക്കെ അല്ലേ? എന്നാൽ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്സ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ട്. ഓക്കെ ആണല്ലോ? യെസ്. ഫസ്റ്റ് ആണ് സാൻസ്ക്രിതൈസേഷൻ. നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഏത്? സാൻസ്ക്രിതൈസേഷനും അതിൻ്റെ ക്രിറ്റിസിസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻ എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാം. MN ശ്രീനിവാസന്റെ അഭിപ്രായത്തിൽ സംസ്കൃതവൽക്കരണ പ്രക്രിയയെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഈ ആശയത്തിന്റെ പരിമിതികളും വിമർശനങ്ങളും എന്തൊക്കെയാണെന്നും കൂടെ എഴുതണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതണം? ആദ്യം എന്താണ് സംസ്കൃതവൽക്കരണം എന്ന് എഴുതണം. The term Sanskritization was coined by ആരാണ്? MN ശ്രീനിവാസൻ. ഈ 1952 അദ്ദേഹം ഈ ഒരു ടേം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. Then he studied about the Coorg in Mysore. കർണാടകയിലെ മൈസൂറിലെ കൂർഗിലെ ഒരു വിഭാഗത്തെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഈ ഒരു ടേം, ഈ പദം ഉപയോഗിച്ചത്. It is the process by which a low caste or tribe or other group taken over the customs, rituals, beliefs, ideology and style of life of a high and particular to his foreign caste. അപ്പോൾ നമ്മുടെ ഈ സംസ്കൃതവൽക്കരണം എന്ന് പറയുമ്പോൾ താഴ്ന്ന ജാതിക്കാരെ ഒരു കാലത്ത് സമൂഹത്തിൽ നല്ല രീതിയിലുള്ള ചൂഷണങ്ങളും വിവേചനങ്ങളും അസമത്വങ്ങളും ഒക്കെ നേരിട്ടിരുന്നു. ആ ഒരു സമയത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ സംസ്കൃതവൽക്കരണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഉയർന്ന ജാതിക്കാരുടെ വിശ്വാസങ്ങളെ, അവരുടെ ബിലീഫ്സ്, റിച്വൽസ്, എല്ലാ സംഭവം, ഇവൻ ലൈഫ് സ്റ്റൈൽ അടക്കം അവരെന്ത് ചെയ്യുന്നുണ്ട്? കണ്ടോ, ആ ലൈഫ് സ്റ്റൈലും എല്ലാ സംഭവങ്ങളും അവരെന്ത് ചെയ്യുന്നുണ്ട്? അതേപോലെ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെ അവർ സമൂഹം എങ്ങനെയാണോ കണ്ടിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങളെ സൊസൈറ്റിയിലുള്ള ബാക്കിയുള്ള ആളുകൾ ട്രീറ്റ് ചെയ്യുമെന്നവർ അതിൽ വിശ്വസിച്ചു. പക്ഷെ എങ്ങനെയാകും ആളുകൾ അവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഈ ഉയർന്ന ജാതിക്കാരെ പോലെ എല്ലാ ഡ്രസ്സിങ് ആയിക്കോട്ടെ, വിശ്വാസങ്ങളായിക്കോട്ടെ, ഭക്ഷണ രീതി ആയിക്കോട്ടെ, ലൈഫ് സ്റ്റൈൽ എല്ലാം അവരെ പോലെ ഫോളോ ചെയ്യുമ്പോൾ ഈ ഡൊമിനന്റ് കാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രബല ജാതിക്കാർ അവരെ ഈക്വൽ ആയിട്ട് കാണുമോ? ഒന്ന് പറഞ്ഞെന്ന് കമന്റിലൂടെ രേഖപ്പെടുത്താട്ടോ, ഈക്വൽ ആയിട്ട് കാണുമോ എന്നുള്ളത്. The impact of Sanskritization is many-sided. Its influence can be seen in language, literature, ideology, music, dance, drama, style of life and rituals. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ വളരെ ആഴത്തിൽ സ്വാധീനിച്ച പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. ഇത് ഭാഷ, സാഹിത്യം, പ്രത്യയശാസ്ത്രം, സംഗീതം, നൃത്തം, ജീവിതശൈലി, ആചാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അതിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം ക്രിറ്റിസിസം ഓഫ് സാൻസ്ക്രിതൈസേഷൻ ആണ്. അതിൻ്റെ സംസ്കൃതവൽക്കരണത്തിൽ വിമർശനങ്ങൾ നോക്കാം. ഇത് എക്സാഗറേറ്റിംഗ് സോഷ്യൽ മൊബിലിറ്റി or the scope of lower castes to move up the social ladder. It leads to no structural change but only positional change of some individual. അപ്പോൾ എന്താണ് ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. നേരത്തെ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെയുണ്ട് അല്ലേ? നോക്കൂ, സംസ്കൃതവൽക്കരണം സാമൂഹ്യ ചലനാത്മകതയെ അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റിയെ പെരുപ്പിച്ച് കാണിച്ചു. താഴെ ജാതിയിൽപ്പെട്ടവർക്ക് ജാതി ശ്രേണിയുടെ ഉയർന്ന പടികളിലേക്ക് എത്താൻ കഴിയുമെന്ന് ആണ് അവരെ വിശ്വസിച്ചിരുന്നത്. മാത്രമല്ല സംസ്കൃതവൽക്കരണം ഘടനാപരമായ മാറ്റങ്ങളെ കൊണ്ടുവന്നില്ല.
എങ്കിൽ ചില വ്യക്തികളുടെ സ്ഥാനങ്ങളിൽ മാത്രമാണ് എന്തുണ്ടായത്, മാറ്റങ്ങൾ ഉണ്ടായത്. പക്ഷെ അവരെ അവിടത്തെ ഡൊമിനന്റ് കാസ്റ്റ് എങ്ങനെയാ കണ്ടേ ഉയർന്ന ജാതിക്കാരെ അവരെ അപ്പോഴും താഴ്ന്ന ജാതിക്കാരായിട്ടാണ് കണ്ടിരുന്നത്. The ideology of Sanskrit accept the way of upper caste as a superior and the lower caste as inferior. സംസ്കൃതവൽക്കരണം ഉയർന്ന ജാതിക്കാരുടെ ജീവിത രീതിയെ ഉയർന്നതായും അതുപോലെ താഴ്ന്ന ജാതിക്കാരുടേത് ഹതമമായും കണ്ടുവെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അസമത്വം, ബഹിഷ്കരണം എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാതൃകയെ ന്യായീകരിക്കാനാണ് സംസ്കൃതവൽക്കരണം ശ്രമിക്കുന്നത്. അയിത്തം, ശുദ്ധം എന്നീ സങ്കല്പങ്ങളിലുള്ള വിശ്വാസം തെറ്റല്ലെന്നും അഥവാ ന്യായീകരിക്കുന്നതാണെന്നാണ് അതിൽ നിർദ്ദേശിക്കുന്നത്. സംസ്കൃതവൽക്കരണത്തിന്റെ ഫലമായി ഉയർന്ന ജാതിക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങൾ താഴ്ന്ന ജാതിക്കാർ സ്വീകരിക്കുന്നു. ഓക്കെ, അതുവഴി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഒറ്റപ്പെടുത്തുന്നതിനും അവരുടെ ഒരു പൊസിഷൻ അതുവരെ എങ്ങനെയായിരുന്നു ഉണ്ടത് അതിൽ നിന്ന് ഒന്നും കൂടെ താഴ്ന്നു പോവുകയാണ് ചെയ്തത്. മാത്രമല്ല ഉയർന്ന ജാതിക്കാരിൽ മാത്രം കണ്ടുവന്നിരുന്ന ഡൗറി സിസ്റ്റം അല്ലെ, സ്ത്രീധന സമ്പ്രദായം മറ്റു വിഭാഗങ്ങൾക്കെതിരെ ജാതി വിവേചനത്തിനും അത് കാരണമായിട്ടുണ്ട്. അപ്പോൾ അവര് അതുവരെ പ്രാക്ടീസ് ചെയ്യാത്ത പല സംഭവങ്ങളും അവർ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ദളിത് സംസ്കാരത്തിന്റെയും സമൂഹത്തിന്റെയും സവിശേഷതകൾ, ഇതിന്റെ ഫീച്ചേഴ്സ് അവിടെ എന്തായി പോവുകയാണ്, നശിപ്പിക്കപ്പെട്ടു അല്ലെ. താഴ്ന്ന ജാതിക്കാർ ചെയ്യുന്ന ജോലികളുടെ മൂല്യം, അവിടെ ആ ജോബിന്റെ വാല്യൂ വളരെ താഴ്ത്തപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിട്ടിസൈസ് ചെയ്ത് നമുക്ക് ഈ ടോപ്പിക്കിനെ എഴുതാൻ പറ്റും. അപ്പോൾ സെറ്റാണല്ലോ, ഓക്കെ ആണല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഒരു എസ്സേ ടോപ്പിക്കാണ് ഏത്, മോഡേണിറ്റി ആൻഡ് സെക്കുലറിസം ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ആധുനികതയും മതേതരത്വവും ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എസ്സേ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് മോഡേണൈസേഷന്, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കേണ്ടതുണ്ട്. കൂടെ തന്നെ എന്താണ് സെക്കുലറിസം, അതിൻ്റെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. സെറ്റാണല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു എക്സാമിന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഏതാണ്, ദ മേജർ സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ദി ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പ്രധാന സാമൂഹിക പ്രത്യാഘാതങ്ങൾ വിശദീകരിക്കും. അപ്പൊ എന്താണ് ഗ്രീൻ റെവല്യൂഷൻ നോക്കാം. ദ ഗ്രീൻ റെവല്യൂഷൻ വാസ് സ്റ്റാർട്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് ദി ഇന്ത്യ ഡ്യൂറിങ് 1916 and 17. ഇൻട്രൊഡ്യൂസിങ് അഗ്രികൾച്ചറൽ മോഡേണൈസേഷൻ അല്ലെ. റൂറൽ ഏരിയാസിലാണ്, ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയിലാണ് ആദ്യമായിട്ട് ഹരിത വിപ്ലവം കൊണ്ടുവരുന്നത്. മാത്രമല്ല ഇത് ഇനീഷ്യേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർനാഷണൽ ഏജൻസീസ് who provided high yielding varieties of seeds in agricultural system. They also provided pesticides and fertilizers along with proper guidance to farmers. അപ്പോൾ വിദേശ കമ്പനി, അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായത്തോടെയാണ് നമ്മുടെ ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ റൂറൽ ഏരിയാസിൽ എന്ത് കൊണ്ടുവരുന്നത്, ഹരിത വിപ്ലവം കൊണ്ടുവരുന്നത്. മാത്രമല്ല അവരെന്ത് നൽകുന്നുണ്ട്, അവര് കാർഷിക മേഖലയിൽ നല്ല വിളവ് നൽകുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ രാസവളങ്ങളും കീടനാശിനികളും അവരെന്ത് ചെയ്യുന്നുണ്ട്, കർഷകർക്ക് നൽകുന്നുണ്ട്. കൃഷി രീതിയെ കുറിച്ചുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അവര് കർഷകർക്ക് നൽകുന്നുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ കൃഷിക്ക് ധാരാളം വെള്ളം വേണ്ടി വന്നിരുന്നു. അപ്പൊ നമുക്കറിയാം ഇന്ത്യയിലെ ഒട്ടുമുക്ക 60% കൃഷിയിടങ്ങളും മൺസൂൺ മഴയെ ആശ്രയിച്ചാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അപ്പൊ ഇത്തരം വിളകൾ ഉണ്ടാകുമ്പോൾ നല്ല വെള്ളം കുടിക്കുന്ന വിളകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള ജലസേചന സൗകര്യങ്ങൾ ആവശ്യമായിട്ട് വരും.
ഹരിത വിപ്ലവം ആരംഭിച്ച പ്രദേശങ്ങൾ പെട്ടെന്നുള്ള സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങൾക്ക് കാരണമാവുകയും കൃഷി ദ്രുതഗതിയിൽ വികസിക്കുകയും ചെയ്തു. ഹരിത വിപ്ലവം ഇന്ത്യയിലെ കൃഷിയെയും ഗ്രാമ സമൂഹത്തെയും വലിയ രീതിയിൽ മാറ്റി വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ട് phase 1 phase 2 ഒക്കെ പഠിക്കാണ്ട് അതിന്റെ പോസിറ്റീവ്നെസ് നെഗറ്റീവ്നെസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. phase 1 then ഹൈ ഈൽഡ് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. phase 2 ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഡ്രൈ ലാൻഡുമായി ബന്ധപ്പെട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് എഴുതി വെക്കുക. then നമുക്ക് നോക്കാം ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഈ ഹരിത വിപ്ലവം വന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ കൃഷി ഉൽപാദനം വർദ്ധിക്കുന്നുണ്ട്. അത് മെയിൻ റീസൺ എന്താണ്? HYB വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും ജലസേചനത്തിന്റെയും ഉപയോഗം മൂലമാണ് ഇത് കൃഷി വികസിക്കുവാൻ കാരണമായത്. മറ്റൊന്നാണ് ഗ്രോത്ത് ഓഫ് റിച്ച് ഫാർമേഴ്സ്, അല്ലെ? നല്ല രീതിയിലുള്ള സമ്പന്ന കർഷക വർഗത്തിന്റെ വളർച്ച. വലിയ കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ വാങ്ങാൻ കഴിഞ്ഞു. അവർ ഗ്രാമത്തിൽ കൂടുതലായിട്ടും ശക്തി നേടി. അപ്പൊ അവിടെ ഒരു സാമൂഹ്യ അസമത്വം ഉണ്ടാവാൻ അവിടെ കാരണമാവുന്നുണ്ട്. ഇൻക്രീസ് ഇൻ സോഷ്യൽ ആൻഡ് ഇക്കോണമിക്കൽ ഇൻഇക്വാലിറ്റി. സാമൂഹ്യ സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു. Small and marginal farmers could not buy costly high seeds or machines. This increased the gap between rich and poor farmers. അപ്പോൾ ഈ ഏറ്റവും ദരിദ്ര കർഷകർക്കും വിലയേറിയ വിത്തുകളും യന്ത്രങ്ങളും അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങളൊന്നും വാങ്ങാനുള്ള മൂലധനം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പാവപ്പെട്ട കർഷകരും അതുപോലെ തന്നെ ഒന്നും കൂടെ റിച്ച് ആയിട്ടുള്ള സമ്പന്നമായ കർഷകരും തമ്മിലുള്ള ഒരു 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 വ്യത്യാസം, ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. then ചേഞ്ച് ഇൻ റൂറൽ പവർ സ്ട്രക്ചർ ആണ്, അല്ലെ? നോക്കൂ, ഗ്രാമത്തിൽ അധികാര ഘടനയിൽ തന്നെ മാറ്റങ്ങൾ വന്നു. പഞ്ചായത്തിൽ സമ്പന്ന കർഷകർ കൂടുതൽ ശക്തി പ്രസരിക്കുകയും പാരമ്പര്യ ഭൂമികളുടെ ശക്തി കുറയുകയും ചെയ്തു. മറ്റൊന്നാണ് റീജിയണൽ ഇംബാലൻസ് ആണ്, അല്ലെ? പ്രാദേശിക അസമത്വം. നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളാണല്ലേ, പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് മുതലായ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നോക്കുമ്പോൾ ബാക്കി വരുന്ന സംസ്ഥാനങ്ങളും ഈ സംസ്ഥാനങ്ങളും തമ്മിൽ എന്തുണ്ടായി? ഒരു വലിയ ഗ്യാപ്പ് അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥ നേരിടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ എഴുതുക തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പൊ ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? എന്നാൽ നമുക്ക് മറ്റൊരു ടോപ്പിക് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Explain how globalization and liberalization have encouraged the growth of contract farming. ഈ കോൺട്രാക്ട് ഫാമിംഗ് ഇൻ ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് കോൺട്രാക്ട് ഫാമിംഗ്, അല്ലെ? ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ഇന്ത്യയിലെ കരാർ കൃഷിയുടെ വളർച്ചയെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചത്? അപ്പൊ നമുക്ക് നോക്കാം. ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ ഓപ്പൺഡ് ഇന്ത്യസ് എക്കോണമി ടു പ്രൈവറ്റ് കമ്പനീസ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഗ്ലോബൽ മാർക്കറ്റ്. This directly encouraged the growth of contract farming in the following way. നോക്കൂ നിങ്ങളെ, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം എന്നിവ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ സ്വകാര്യ കമ്പനികൾക്കും അതുപോലെ തന്നെ വിദേശ നിക്ഷേപകർക്കും അതുപോലെ ലോക വിപണിക്കും ഓപ്പൺ ചെയ്ത് കൊടുത്തു, തുറന്ന് കൊടുത്തു. എല്ലാവർക്കും എന്താണ്? എൻട്രി കിട്ടി. ഇത് നേരിട്ടുള്ള, അല്ലെ, കർഷകരും അതുപോലെ തന്നെ നമ്മുടെ ഈ MNC കമ്പനികളും തമ്മിൽ നേരിട്ടുള്ള കരാർ കൃഷി വളർച്ചയ്ക്ക് അത് കാരണമായിരുന്നു. നമുക്ക് നോക്കാം. എൻട്രി ഓഫ്
MNC ആൻഡ് അഗ്രി ബിസിനസ് കമ്പനീസ് കേട്ടോ. മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രവേശനം 1991 ശേഷം ഇന്ത്യയിൽ പെപ്സിക്കോ, നെസ്ലെ പോലുള്ള കമ്പനികൾ ഇന്ത്യൻ കൃഷിയിലോട്ട് കടന്നു വരികയും അവർക്ക് നിരന്തരം ഉൽപാദനം വേണ്ടി വന്നു. അതിനാൽ അവർ കർഷകരുമായിട്ട് ഒരു കോൺട്രാക്ട് ഫാമിങ് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ആരംഭിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഗ്ലോബൽ മാർക്കറ്റ് ഡിമാൻഡ് ആണ് അല്ലെ, ലോക വിപണി ആവശ്യകത. ഗ്ലോബലൈസേഷൻ മൂലം പച്ചക്കറി, അതുപോലെ പഴങ്ങള്, പൂക്കള്, നമ്മുടെ സ്പൈസസ് പോലുള്ള കയറ്റുമതി വിളകൾക്ക് വലിയ ആവശ്യകത ഉണ്ടായി. ദെൻ അന്താരാഷ്ട്ര നിലവാരം പാലിക്കാൻ കോൺട്രാക്ട് ഫാമിങ്ങിന് അത് സഹായിച്ചു. മറ്റൊന്നാണ് ആക്സസ് ടു മോഡേൺ ടെക്നോളജി ആൻഡ് ഇൻപുട്ട് ആണ് അല്ലെ. നോക്കാം. ദെൻ ലിബറലൈസേഷൻ കഴിഞ്ഞ് സ്വകാര്യ കമ്പനികൾ മെച്ചപ്പെട്ട വിത്തുകൾ, അതുപോലെ തന്നെ വളങ്ങൾ, കീടനാശിനികൾ, സാങ്കേതിക സഹായം മുതലായവ നൽകി ഇത് കോൺട്രാക്ട് ഫാമിംഗ് കൂടുതൽ എളുപ്പമാക്കാൻ അത് സഹായിച്ചു. മറ്റൊന്നാണ് ഏത് പറയുന്നത്, ഏതാണ്, ഉറപ്പുള്ള വിലയും വിപണിയുമാണ് അല്ലെ. കമ്പനികൾ മുൻകൂട്ടി വില നിശ്ചയിച്ച് കർഷകരിൽ നിന്ന് നേരിട്ട് വില വാങ്ങുകയും ഇത് കർഷകർക്ക് വിപണി അപകടം കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എന്ത് നോട്ട് ചെയ്ത് വെക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഏതാണ് ടോപ്പിക്കാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനും അതിന്റെ റെസ്പോൺസിബിലിറ്റീസ്, അഡ്മിനിസ്ട്രേഷൻ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പഠിച്ചിട്ടില്ലേ നിങ്ങളെ? അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് പഞ്ചായത്ത് രാജ് അല്ലെ, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ play a crucial role in promoting rural development by bringing decision making closer to the people. The 73rd Constitutional Amendment strengthened PRI and gave them clear administrative, then financial and social responsibilities. അപ്പോൾ ഗ്രാമീണ വികസനത്തിൽ ഇപ്പോൾ നമ്മുടെ ജനാധിപത്യം അല്ലെങ്കിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഗ്രാസ് റൂട്ട് വരെ അത്രക്കും എല്ലാവരിലോട്ടും എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എന്തിൻ്റെ വികസനം എന്ന് പറയുന്നത്, പഞ്ചായത്ത് രാജിന്റെ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനാധിപത്യം ഒരിക്കലും നഗരങ്ങളിലോ പ്രത്യേക പ്രദേശങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല. അത് നമ്മുടെ ഇന്ത്യയുടെ എല്ലാ റിമോട്ട് ഏരിയാസ് ആയിക്കോട്ടെ, എല്ലാ ഗ്രാമീണമായ മേഖലകളിലോട്ടും എത്താൻ വേണ്ടിയാണ് ഇതിന്റെ തുടക്കം. മാത്രമല്ല 73ാം ഭരണഘടന ഭേദഗതി ഇവയ്ക്ക് വ്യക്തമായ ഭരണപരവും ധനകാര്യപരവും സാമൂഹികപരമായ ഉത്തരവാദിത്തങ്ങൾ അത് നൽകുന്നുണ്ട്. നമുക്ക് നോക്കാം അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ഒന്നെന്താണ്, ഗ്രാമ പഞ്ചായത്ത് മെയിൻറ്റെയിൻ വില്ലേജ് ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് റോഡ്, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, സാനിറ്റേഷൻ ആൻഡ് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ അതിനെ വരുന്ന ഡ്യൂട്ടിയാണ് പഞ്ചായത്തിൻ്റെതാണ്. ദെൻ പ്രിപ്പയർ ലോക്കൽ ഡെവലപ്മെന്റ് പ്ലാൻ ബേസ്ഡ് ഓൺ ദി നീഡ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി. അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതനുസരിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ദി എൻഷുർ ഡെലിവറി ഓഫ് എസെൻഷ്യൽ സർവീസസ് സച്ച് ആസ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ബേസിക് വെൽഫെയർ സ്കീം. ഇപ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ക്ഷേമ സേവനങ്ങൾ തുടങ്ങിയവയൊക്കെ പഞ്ചായത്തിന്റെ അധീനത്തിൽ വരുന്നവയാണ്. മറ്റു നോക്കാം, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ധനകാര്യ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. പ്രിപ്പയർ ആനുവൽ ബഡ്ജറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, then receive fund from the central and state government for development activities, then raise revenue, the local tax, fee, user charge ഒക്കെ വരുന്നുണ്ട്. മറ്റു നോക്കാം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാ വരുന്നത്. പ്രൊമോട്ട് social justice by ensuring the development benefits reach weak sections such as women, scheduled castes, scheduled tribes and OBC. Then Grama Sabha provide a platform for direction participation of people in decision making.
Okay, then implement welfare schemes related to health, nutrition, women empowerment and education. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് പഞ്ചായത്ത് രാജിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോന്നും പഠിച്ചു വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എന്ത്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങൾ എഴുതാം. എന്താണ് മക്കളെ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുമ്പോൾ? എന്താണ് സംഘടിത മേഖല? എന്താണ് 10 അതിലധികമോ ആളുകൾ വർഷം മുഴുവനും പണിയെടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും സംഘടിത മേഖലകളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവ ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. മാത്രമല്ല ഇവിടെ തൊഴിലാളികൾക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും എന്താണ് അല്ലെ, പെൻഷനും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ലഭിക്കും. മറ്റൊന്നാണ് ഏത്, അൺഓർഗനൈസ്ഡ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞാല് നമുക്ക് ഓപ്പോസിറ്റ് ആക്കിയിട്ട് എഴുതാം. അപ്പൊ അസംഘടിത മേഖല എന്താണ്, ഇവിടെ 10 പേരിൽ താഴെ അല്ലെ, 10 പേരല്ല അതിൽ താഴെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഏത് പറയുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഇത് ഗവൺമെന്റ് രജിസ്ട്രേഷൻ ചെയ്യാത്ത സ്ഥാപനങ്ങളാണ്. അവിടെ തൊഴിൽ സുരക്ഷയും മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കണമെന്നില്ല. എന്നാൽ ഇന്ത്യയിലെ നോക്കൂ, ഇന്ത്യയില് 90% ആളുകളും ജോലി ചെയ്യുന്നത് ഏത് മേഖലയിലാ, അസംഘടിത മേഖലയിലാണ്. അപ്പൊ സംഘടിത മേഖല ദെൻ ഗവൺമെന്റ് ബേസ്ഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മക്കളെ, എപ്പോഴും എലഗന്റ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്കാണ്. ഏതൊരു എക്സാമിനും ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. അതുപോലെ തന്നെ മാൽത്തൂസിയൻ തിയറി എന്താണ്, പ്രധാനപ്പെട്ടതാണ്. നോക്കാം നമ്മുടെ തിയറി ഓഫ് ഡെമോഗ്രാഫിക്. അദ്ദേഹത്തിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കുക, നമ്മളിതൊക്കെ പഠിച്ചതാണ് അല്ലെ. വാരൻ തോംസൺ proposed this theory in 1929. This theory suggests that population growth is linked to overall level of economic development. This theory has connection between population growth and economic development. സാമ്പത്തിക വികസനത്തെയും ജനസംഖ്യാ വളർച്ചയെയും താരതമ്യം ചെയ്യുന്ന സിദ്ധാന്തമാണ് എന്ത് പറയുന്നത്, നമ്മുടെ ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം. ഇത് അദ്ദേഹം 3 ഘട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2 അറിയാലോ. അണ്ടർ ഡെവലപ്ഡ് സൊസൈറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ ഹൈ ബർത്ത് റേറ്റും ഹൈ ഡെത്ത് റേറ്റും ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്തായിരിക്കും, ലോ ആയിരിക്കും. ദെൻ നമ്മുടെ രാജ്യം ഉൾപ്പെടുന്ന ഡെവലപ്പിംഗ് സൊസൈറ്റീസ് നോക്കുമ്പോഴോ അവിടെ ഹൈ ബർത്ത് റേറ്റും ലോ ഡെത്ത് റേറ്റും ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ ഗ്രോത്ത് ഹൈ ആയിരിക്കും. ലാസ്റ്റ് സ്റ്റേജ് ആണ് ഡെവലപ്ഡ്. നമ്മുടെ അമേരിക്ക, യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഉൾപ്പെടും. അപ്പൊ അവിടെ എന്താണ്, ലോ ബർത്ത് റേറ്റും ലോ ഡെത്ത് റേറ്റുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടത്തെ ജനസംഖ്യ വളർച്ച എന്തായിരിക്കും, ലോ ആയിരിക്കില്ലേ. അപ്പൊ നമ്മുടെ ഇന്ത്യ ഇതിലേത് സ്റ്റേജിലാ പെടുന്നേ എന്നുകൂടെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ. അതിന്റെ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം മാൽത്തൂസിയൻ തിയറി നോക്കാം. അദ്ദേഹം ആരുടെ പേര്, തോമസ് റോബർട്ട് മാൽത്തൂസ്. പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അദ്ദേഹത്തെ ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ബുക്കാണ് ഇത്, എസ്സേ ഓൺ പോപ്പുലേഷൻ ആണ്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല് നമ്മുടെ എന്താ പറയുന്നേ, മാനുഷിക അല്ലെങ്കിൽ മനുഷ്യന്റെ ബേസിക് ആയിട്ട് അടിസ്ഥാന ആവശ്യങ്ങളുണ്ടല്ലോ, ബേസിക് നീഡ്സ് പറയുമ്പോൾ എന്തൊക്കെ വരും, അപ്പൊ നമുക്ക് ഭക്ഷണം വരും, അതുപോലെ വെള്ളം വരുന്നുണ്ട്, ദെൻ നമുക്ക് വസ്ത്രങ്ങള്, പാർപ്പിടം, നമ്മളൊക്കെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അതും നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏതൊരു പ്രദേശത്തിന്റെയും വളർച്ചാ നിരക്ക് എന്താണ്, അപ്പൊ നമ്മുടെ ബേസിക് നീഡായിട്ടുള്ള സംഭവങ്ങളും ആ പ്രദേശത്തിന്റെ ജനസംഖ്യാ വളർച്ചയും തമ്മിൽ എന്താണ്, ഈക്വൽ അല്ല. അതിലും ഇരട്ടിയാണ് എന്ത് പറയുന്നത്, ജനസംഖ്യ
എന്ന് പറയുന്നു. അപ്പോൾ ജനസംഖ്യ വർധനവ് ഭക്ഷണ ദൗർലഭ്യം ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ് അദ്ദേഹം ഈ തിയറിയിലൂടെ പറയുന്നത്. ദെൻ നമ്മുടെ ജനസംഖ്യ വർധനവ് ജാമിതീയ ക്രമത്തിലാണ് അല്ലെ, ദെൻ ജിയോമെട്രിക് പ്രോഗ്രഷനിലാണ്. എന്നാൽ അവിടുത്തെ കാർഷികോൽപാദനം അരിതമെട്രിക് പ്രോഗ്രഷനിലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സമാന്തര ശ്രേണിയിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുകയും ഇങ്ങനെ സംഭവിക്കുമ്പോൾ ജനസംഖ്യ കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ എല്ലാവരെയും തീറ്റിപ്പോറ്റാനുള്ള ഒരു ഭക്ഷണം രാജ്യത്ത് ഉണ്ടാവില്ല. അതുപോലെ പോപ്പുലേഷൻ നിയന്ത്രിക്കാനുള്ള കൺട്രോൾ ചെയ്യാനുള്ള സൊല്യൂഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് ട്രൈബൽ കമ്മ്യൂണിറ്റി. ദെൻ അതിന്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. എന്താണ് ട്രൈബിൾസ്? ആരാണ് ഈ ട്രൈബിൾസ് എന്ന് പറയുന്നത്? ആരാണ്? ആദിവാസി സമൂഹം എന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് അല്ലെ, മാത്രമല്ല അവിടെ താമസിക്കുകയും എല്ലാവരും ഒരുപോലെയുള്ള സംസ്കാരം, ഭാഷ, പാരമ്പര്യം, ആചാരങ്ങൾ, ജീവിത രീതി എന്നിവ പങ്കിടുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ആരെന്ന് പറയുന്നത്? ട്രൈബൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആദിമ നിവാസികൾ എന്ന് പറയുന്നു. ഇവർ സാധാരണയായി പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുകയും ലളിതമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയും മാത്രമല്ല ശക്തമായ കുടുംബ ബന്ധങ്ങളും അവർക്കുണ്ടാകും. ഇവർ സ്വന്തം ആചാരങ്ങളും വിശ്വാസങ്ങളും പരിപാലിക്കുകയും നമ്മുടെ മെയിൻ സ്ട്രീം ആളുകളിൽ നിന്നും ഭാഗികമായും പൂർണ്ണമായും വേർപെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ആര് പറഞ്ഞത്? ട്രൈബിൾസ് അല്ലെ. ഒട്ടുമിക്ക ആളുകളും മൗണ്ടൻ റീജിയനിലും ഫോറസ്റ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാണ് പെർമനന്റ് ട്രൈബ്സ്, മറ്റൊന്നാണ് അക്യോർഡ് ട്രൈബ്സ്. ഓക്കെ, ഇവിടെ നോക്കി എന്താണ് പെർമനന്റ് ട്രൈബ്സ്? എന്താണ്? ഇറ്റ് ഈസ് എ ഇക്വാളിറ്റി ദാറ്റ് പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഈസ് ബോറൺ വിത്ത് ദസ് ട്രൈബ് ഡു നോട്ട് ചേഞ്ച് ഈസിലി അല്ലെ. ജനിക്കുമ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നതും എളുപ്പത്തിൽ മാറ്റങ്ങൾ വരാത്തതുമായ ഗുണങ്ങളാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ പെർമനന്റ് ട്രൈബ്. ഫോർ എക്സാമ്പിൾ റേസ് അല്ലെ, ജാതി വർഗം നോക്കൂ. നമുക്ക് ട്രൈബ്സ് ബിലോങ് ഡിഫറെന്റ് റേഷ്യൽ ഗ്രൂപ്പ്സുകൾ. ഇപ്പോൾ ആൻഡമാൻ നെഗ്രിറ്റോ എന്ന വിഭാഗമുണ്ട്. അതുപോലെ തന്നെ സാന്താളിൽ പ്രോട്ടോ ആസ്ട്രലോയിഡ്, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങൾ കാണാൻ പറ്റും. അതിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒന്നെന്താണ്? ഇൻഹെറിറ്റഡ് ഫീച്ചേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ സ്കിന്നിന്റെ കളറ്, ഹെയർ കളറ്, ഫേഷ്യൽ സ്ട്രക്ചർ, ബോഡി ബിൽഡൊക്കെ എന്ത് ചെയ്യും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് ആണ് അക്യൂർഡ് ട്രൈബ്സ് ആണ് അല്ലെ. ട്രൈഡ് അഭ്യസിച്ചെടുത്ത ഗുണങ്ങളാണ്. അക്യൂർഡ് ട്രൈബ്സ് ആർ ക്വാളിറ്റി ഓർ habits that a person or group learn from the environment, society, experience. They are not present at birth അല്ലെ. അഭ്യസിച്ച ഗുണങ്ങൾ എന്നത് ജനിക്കുമ്പോൾ ഉണ്ടാകാത്തതും പക്ഷെ അതിനുശേഷം നമ്മൾ പഠിച്ചെടുക്കുന്നതുമായ ഗുണങ്ങളാണ് ഏത്? അക്യൂർഡ് ട്രൈബ്സ്. ഫോർ എക്സാമ്പിൾ ലാംഗ്വേജ്. ആലോചിച്ച് നോക്കൂ, ലാംഗ്വേജ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വരുന്നതാണോ? അല്ല. നമ്മൾ ഏത് ഭാഷ സംസാരിക്കുന്നവരോട് നമ്മൾ ജനിച്ചു വീണത്, അത് നമ്മൾ പഠിച്ചെടുക്കുന്നല്ലേ ആണ്. മറ്റൊന്നാണ് ഇക്കോണമിക് ആക്ടിവിറ്റീസ് അല്ലെ. ഒരു തൊഴിൽ വേണം, ഭക്ഷണം കണ്ടെത്തണം. അപ്പൊ ഫുഡ് ഗ്യാതറിംഗ് ട്രൈബ്സ്, ഷിഫ്റ്റിംഗ്, കൾട്ടിവേഷനും അതിപ്പോൾ പെസന്റ് ട്രൈബ്സ് കൂടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നാണ് റിലീജിയൻ ആൻഡ് ബിലീഫ്. ഓക്കെ, ദെൻ കോൺട്രാക്ട് വിത്ത് മോഡേൺ സൊസൈറ്റിയുമായിട്ട് ബന്ധമില്ലാതെ അവരെന്ത് ചെയ്യാണ്? ഒരു ഐസൊലേറ്റഡ് ആയിട്ട് അല്ലെ മാറി ഒറ്റപ്പെട്ട് താമസിക്കുന്ന സമൂഹമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇത് സ്ട്രഗിൾ ഫോർ വിമൻസ് ഇക്വാലിറ്റി റൈറ്റ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ മേജർ മൂവ്മെന്റ്സ് ആൻഡ് ദെയർ ഇമ്പാക്റ്റും കാര്യങ്ങളും നോക്കാം. അപ്പൊ എന്താണ് ഈ വിമൺ സ്ട്രഗിള്? ഇപ്പോഴും എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അല്ലെ. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേയും നമുക്കത് കാണാൻ പറ്റും, ശേഷവും ഇപ്പോഴും നമുക്കത് കാണാൻ പറ്റും. നമുക്ക് നോക്കാം. സ്ത്രീ സമത്വത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം വളരെ പഴക്കമുള്ളതിനോടൊപ്പം
സാമൂഹിക മാറ്റത്തിന്റെ പ്രധാന ഘട്ടവുമാണ്. ദെൻ പുരാതന കാലത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, സ്വത്തവകാശം, രാഷ്ട്രീയ പങ്കാളിത്തം, സമാന വേതനം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു. ദെൻ ഈ അനീതികൾക്കെതിരെ വിവിധ രാജ്യങ്ങളിലെ സ്ത്രീകൾ സംഘടിതമായി പ്രക്ഷോഭിക്കുകയും പോരാടുകയും ചെയ്തു. ഇന്ത്യന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യ സമര കാലത്ത് സ്ത്രീകൾ സജീവമായി പങ്കെടുക്കുകയും അവരുടെ സമത്വാവകാശം ആവശ്യങ്ങൾ കൂടുതൽ ശക്തി നൽകുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തരമായി ഭരണഘടന സ്ത്രീകൾക്ക് നിയമത്വം, വിദ്യാഭ്യാസ അവകാശം, സ്വത്തവകാശം, രാഷ്ട്രീയ പ്രതിനിധാനം എന്നിവ ഉറപ്പാക്കി. സമൂഹ പരിഷ്കർത്താക്കളും അതുപോലെ തന്നെ സംഘടനകളും ബാലവിവാഹ നിരോധനം, സ്ത്രീ വിദ്യാഭ്യാസം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം തുടങ്ങിയവ ഇന്ത്യയുടെ പല മേഖലകളിൽ അവര് കൊണ്ടുവന്ന്. അതിൽ പ്രധാനപ്പെട്ടതാണ് രാജാറാം മോഹൻ റോയ്. അറിയാലോ, അപ്പൊ അദ്ദേഹമാണ് ആന്റി സതി ക്യാമ്പയിനിങ് ഇൻ ബംഗാൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ അദ്ദേഹത്തിന്റെ സമാജ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ് ബ്രഹ്മ സമാജാണ്. ഓക്കെ, മറ്റൊന്നാണ് റാനഡെ, ദ വിഡോ റീമാരേജ് മൂവ്മെന്റ് ഇൻ ദി ബോംബെ പ്രസിഡൻസിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ബുക്കാണ് ഏത് പറയുന്നത്, ദ ഹിന്ദു ലോഫുൾനെസ് ഓഫ് ദി റീമാരേജ് ഓഫ് വിഡോ, വേദിക് അതോറിറ്റീസ് ഓഫ് വിഡോ റീമാരേജ്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരാളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം കൂടുതലായിട്ടും മുസ്ലിം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ വിമൻസ് റൈറ്റിന് ഇവിടെ അദ്ദേഹം പോരാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അറിയാലോ, അദ്ദേഹമാണ് കൊണ്ടുവന്നത്. ദെൻ വിമൻസിന്റെ എഡ്യൂക്കേഷന് വേണ്ടിയും പ്രധാനത്തെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം മുന്നോട്ട് വരുന്നുണ്ട്. മറ്റൊരാളാണ് ജ്യോതിബ ഫൂലെ. ഓക്കെ, ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇവര് socially excluded caste and his attack was directed against both caste and gender discrimination. He started സത്യശോധക് സമാജ് and emphasis on truth seeking. അല്ലെ, ജാതിയിലെ ലിംഗപീഡനങ്ങൾക്കെതിരെ പോരാട്ടം നയിച്ച് സത്യഷ്ടത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് സത്യശോധക സമാജം രൂപം നൽകി. അപ്പൊ എന്ത് ചെയ്യുക, അത് ഓരോന്നും പഠിക്കാട്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇത് സിവിൽ സൊസൈറ്റിയും അതിൻ്റെ ഫീച്ചേഴ്സും. ദെൻ അതിൻ്റെ ഇന്നത്തെ ഏതൊക്കെ മേഖലകളിൽ ഇന്ന് സിവിൽ സൊസൈറ്റിയുടെ ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് നമ്മുടെ സിവിൽ സൊസൈറ്റി എന്ന് നോക്കാം. സിവിൽ സൊസൈറ്റി refers to the space of voluntarily association, organization and group that exists independently of the government and the market, working of protect the right, then interest and welfare of citizen. ആ പൗര സമൂഹം എന്ന് പറയുന്നത് സർക്കാരിൻ്റെയും വിപണിയുടെയും നിയന്ത്രണമില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളും കൂട്ടായ്മകളും ഉൾപ്പെടുന്ന മേഖലയാണ് ഏത് പറയുന്നത്, സിവിൽ സൊസൈറ്റി. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. എങ്ങനെ നമുക്ക് അതിൽ അംഗമാകാം, എങ്ങനെയാണ്? വോളണ്ടറി മെമ്പർഷിപ്പ് ആണ്. നോക്കൂ, സ്വമേധയാ നമുക്ക് അല്ലെ, നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അതിൽ പോയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് അവിടെ മെമ്പർഷിപ്പ് എടുക്കാം. ദെൻ ഇൻഡിപെൻഡന്റ് ഫ്രം ദി സ്റ്റേറ്റ്, അല്ലെ, സർക്കാരിൽ നിന്ന് എന്താണ് സ്വാതന്ത്ര്യമുണ്ട്, സർക്കാരിന്റെ യാതൊരു നിയമങ്ങളൊന്നും അല്ലെ അതിന്റെ മേലിൽ പ്രവർത്തിക്കുന്നില്ല. ദെൻ പ്രൊമോട്ട് പബ്ലിക് ഇൻട്രസ്റ്റ്, അല്ലെ, പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കൽ. ദെൻ അതിന്റെ മറ്റൊന്നാണ് നോൺ പ്രോഫിറ്റ് ഇൻ നേച്ചർ. ഒന്ന് നോക്കൂ നിങ്ങളെ, ഇപ്പൊ ലക്ഷ്യം എന്താണ്, ലാഭം എന്താണ്, എന്താണ് എന്താണ് യെസ്, സർവീസ്, അവയർനെസ് ആൻഡ് അഡ്വക്കറ്റി, നോട്ട് പ്രോഫിറ്റ് മേക്കിംഗ്, അല്ലെ, സേവനം, ബോധവൽക്കരണം ഒക്കെയാണല്ലോ, പണമല്ല. ദെൻ എൻകറേജ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡെമോക്രസി ആണ്, ജനാധിപത്യ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്.
അപ്പൊ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ മേഖലയിൽ നമുക്ക് സിവിൽ ഓർഗനൈസേഷൻ കാണാൻ പറ്റും. ഒന്ന് ഹ്യൂമൻ അല്ലെ, എന്ന മനുഷ്യാവകാശ സംരക്ഷണവുമായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രെങ്തനിങ്ങിലെ ജനാധിപത്യ മേഖലകളിൽ കാണാൻ പറ്റും. ദെൻ സോഷ്യൽ വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റിലും, ദെൻ കൺട്രോളിങ് ഗവൺമെന്റ് പവേഴ്സ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക്, അതുപോലെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനിലൊക്കെ നമുക്ക് അത് കാണാൻ പറ്റും. ദെൻ മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ ആണ് ഇത് പറയുന്നത് റീജണലിസം. നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ കാരണങ്ങളും ദെൻ അനന്തരഫലങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് റീജണലിസം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ എന്താണ് കാരണങ്ങൾ, ഈ ഇതുണ്ടാവാൻ ലാംഗ്വേജ് ഡിഫറൻസസ്, അതുപോലെ തന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ദെൻ അൺഈക്വൽ ഡെവലപ്മെന്റും ഇതിൽ പെടുന്ന പോസിറ്റീവ് എഫക്റ്റ് വരുന്നുണ്ട്, നെഗറ്റീവ് എഫക്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ എക്സാമിന്, ഈ വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് നമുക്ക് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എസ്സേ ടോപ്പിക്സ്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ടൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഇനി ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത്. ബൈ.